അല്ലാഹു അല്ലാഹു എന്ന ചിന്ത നടക്കട്ടെ എല്ലായ്പ്പോഴും എൻ്റെ മനസ്സിൽ. അല്ലലാകറ്റാനും ആനന്ദം നൽകാനും അല്ലാഹു അല്ലാതെ ആരുമില്ല. സർവസ്തുതിയും സർവസ്തുതിയും സർവജ്ഞാനായ നിനക്കു മാത്രം. ഞാൻ ജനിച്ചത് തണ്ടേക്കാട്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 6 മക്കളും വാപ്പായും ഉമ്മായും. വാപ്പാക്ക് ഞാൻ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വാപ്പ വയനാട്ടിൽ കച്ചവടമാണ്, വാപ്പായും മൂത്താപ്പായും. പിന്നെ സ്കൂളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണന്തറ സ്കൂളിലാണ് പഠിച്ചത്. പഠിക്കുമ്പോൾ 6 ഒരണയാണ് ഒരു കഷ്ണം പുട്ടിനും ഒരു ചായക്കും 6 പൈസ. അന്ന് അണയുണ്ട്, ആ തന്നു വിടും വീട്ടിൽ നിന്ന്. എന്തിനാന്ന് ചോദിച്ചാൽ ചായ കുടിക്കാൻ. അപ്പോൾ പോണ വഴിക്ക് റബ്ബറും തോട്ടമുണ്ട്. അപ്പോൾ ആ റബ്ബറും തോട്ടത്തിൽ പശുക്കൾ ഓടുമ്പോൾ 5 പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർ ഞങ്ങളെ എൻ്റെ കൂട്ടുകാരികൾ ഞങ്ങളെ പേടിപ്പിക്കും. അപ്പോൾ ഈ അണ ആ കുട്ടിക്ക് കൊടുക്കും. മനസ്സിലായില്ലേ? അത് എൻ്റെ ഒരു കൊച്ചാപ്പാടൻ മോൻ തന്നെയാണ്, ഞങ്ങളെ പേടിക്കും. അപ്പോൾ ഈ പൈസ കൊടുത്താൽ ഞങ്ങളെ സുരക്ഷിതമായിട്ട് സ്കൂളിൽ കൊണ്ടുപോയാക്കും. അങ്ങനെ 1 വരെ അവിടെ പഠിച്ച് 2-ലായപ്പോഴത്തേക്കും തണ്ടേക്കാട് സ്കൂൾ വന്നു. പിന്നെ മദ്രസ ഇത്ര പോലെ ഇല്ല, എന്നാലും വേണ്ട കാര്യങ്ങളെല്ലാം മദ്രസ പഠിച്ചു. പിന്നെ അങ്ങനെ കൂട്ടുകാരികളും ഒക്കെ എനിക്ക് വല്യമ്മ വല്യപ്പ, എൻ്റെ ഉമ്മയുടെ വീട് അടുത്ത്, വാപ്പാടെ വീട് അടുത്ത്. ഞങ്ങൾ എപ്പോഴും ഉമ്മയുടെ വീട്ടിൽ വിരുന്നിന് പോലും വരലും മീൻ പിടിക്കാൻ പോലും മാമ്മന്മാരുടെ കൂടെ. അന്ന് മീൻ പിടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു തോടുണ്ട്, ആ തോട്ടിൽ ഒരു വല പോലെ ഇങ്ങനെ കെട്ടി പച്ചയില ഉറച്ചിടും. അപ്പോൾ വിരാല് മുഴിയൊക്കെ എടുത്ത് ചാടും, വെള്ളം അടിക്കൂടെ പോയിക്കോളും. അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ മഴ പെയ്താൽ കുടയില്ല സ്കൂളിൽ പോയി. അടുത്ത സ്കൂള് വാഴയുടെ ഇല വെട്ടിത്തരും, അതും ചൂടിയാണ് ഞങ്ങൾ സ്കൂളിൽ പോണത്. പിന്നെ അവിടെ ചെന്നാൽ തൊങ്ങി കളിക്കും, ഇങ്ങനെ വര വരച്ചിട്ട് തൊങ്ങി കളിക്കും. പിന്നെ അമ്മാന ആടും, പിന്നെ കല്ല് കളിക്കും, കല്ലെടുത്തിട്ട് കല്ല് കളിക്കും. പിന്നെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോരും, പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകും. കൂട്ടുകാരികളിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആദ്യം പോയി നാട്ടിൽ നിന്ന്. പിന്നെ വീട്ടിലെപ്പോഴും വിരുന്നാരാ. എൻ്റെ വാപ്പാക്ക് 6 പെങ്ങന്മാരാ. ആ ഒരു പെങ്ങളും കുട്ടികളും പോയി കഴിയുമ്പോൾ മറ്റൊരു വരെ അവർ ഒരു കൂട്ടർ വന്നാൽ 4 മക്കളും അമ്മായിയും കൂടി വന്ന് ഒരാഴ്ച നിൽക്കും. അപ്പം ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് അവർ വരുമ്പോൾ. പിന്നെ അന്ന് വലിയൊരു പുഴുക്കുണ്ടാക്കും. ഒരു ദിവസം ഒരു പുഴുക്കുണ്ട്, കപ്പ ചേമ്പ് ചേനെല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് ഇല വെട്ടിയിട്ട് ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ഇങ്ങനെ കഴിക്കും. പിന്നെ രാത്രി ഞങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓരോരുത്തർ വാരി കഴിക്കും. എന്തിനാണെന്നറിയാവോ? അന്ന് ഇതുപോലെ കിടക്കൊന്നുമില്ല, വെറും പായ് മാത്രം, തലേണയില്ല. ചുമരിൻ്റെ അരിത്ത് കിടക്കാൻ വേണ്ടി ഞങ്ങൾ വാശിയാണ്. അന്നത്തെ അങ്ങനെയാണ് അന്ന്. പിന്നെ ഒരു മീൻപിടുത്തം ഉണ്ട് അവിടെ, കുളം. വാപ്പ അവിടെ നിന്ന് നെഞ്ചുകുരു കൊണ്ടുവരും, നെഞ്ചുകുരു കൊണ്ടുവന്ന് ആട്ടി. അപ്പോൾ വാപ്പാടെയും മൂത്താപ്പാടെയും ഇരുഭാഗത്തും ആളുണ്ട് മീൻ പിടിക്കാൻ. ഇവർ വാശിയാണ്, ഇവർ പിണക്കാണ് എപ്പോഴും. ആ മീൻ പിടിച്ച് വലിയ വെറ്റില കൊട്ടയിലിടും. മുഴി, വിരാല്, കാരി, ഇങ്ങനെയുള്ള പരല്, ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ കുറച്ചാകുമ്പോൾ ഈ പിടുത്തക്കാരുണ്ടല്ലോ, അവർ ഒന്ന് കണക്ക് കൂട്ടും, അവർക്ക് പിടിച്ചുകൊണ്ടോണ്ടേ. അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കണേ എന്താ, ഇവരാരെങ്കിലും ഒന്ന് എടുക്കണ്ടോന്നാ ഇവരെ നോട്ടം, മറ്റതല്ല ഇവർ നോക്കണേ. അപ്പോഴത്തേക്കും പറയും, ആ മീൻ പിടുത്തം കഴിഞ്ഞു, എന്നാൽ പങ്കിടാന്ന് പറഞ്ഞ് പങ്കിട്ട് വാപ്പായും മൂത്താപ്പായൊക്കെ തിരിച്ചു. ഇവർ മീനൊക്കെ പിടിച്ചുകൊണ്ടു. നേരം വെളുത്ത് ഞങ്ങൾ പിള്ളേരെ അങ്ങോട്ട് ഇറങ്ങും. ഒരു കീറിയ മുണ്ട കൊടുത്തുകൊണ്ടാണ് ഇറങ്ങണേ. ഇറങ്ങി ഞങ്ങൾ പോത്തിരൊക്കെ കൈയിട്ട് വലിയ കീരി, വിരാല്, ഈ മുഴി, അങ്ങനെയുള്ളതിനെയൊക്കെ ഞങ്ങളും പിടിച്ചുകൊണ്ട് വരും. അന്ന് അങ്ങനെ ഒരു മീൻ പിടുത്തമുണ്ട്. പിന്നെ ചീട്ട് കളിക്കാൻ വരും ആൾക്കാർ. ചെറിയ ഇടുവഴിയാണ് അന്ന്, ഇന്നത്തെ പോലെയല്ല, നടക്കാൻ പറ്റൂല. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചീട്ട് കളിക്കുമ്പോൾ നടന്നു പോകാൻ വഴിയില്ല, അങ്ങനെ അങ്ങോട്ട് ഞാഞ്ഞൊക്കെ പോകണം. അപ്പോൾ പോലീസ് വരും. പോലീസ് വരുമ്പോൾ ഈ ഇന്നത്തെ അല്ല ഇടണേ, നിക്കറ ഇടണേ പോലീസ്. അപ്പം ഞങ്ങളുടെ പറമ്പിൽ വലിയൊരു ഒരു പൊട്ടക്കിണറും പറമ്പും ഇങ്ങനെ ഇഞ്ചയൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഒരു ദിവസം നോക്കിയപ്പോൾ ഒരാൾ വന്ന് ആ ഇഞ്ച അതിനകത്തേക്ക് ചാടി പിടിച്ചുകൊണ്ടിരുന്ന് കരയാണ്. അതിനകത്തോട്ട് പോയാൽ പിന്നെ കിട്ടുവാ? ഈ പോലീസിനെ കണ്ടു ഓടിയത്. അതൊക്കെ എൻ്റെ ചെറുപ്പത്തിലുള്ളതാണ്. പിന്നെ സൈക്കിൾ ഔട്ട്, അന്നത്തെ ഒരു കളി കാണാൻ പോണത്, അതാ, സിനിമയല്ല,
സിനിമ ഉണ്ട്. അപ്പോൾ തൻ്റെ കാട്ടിൽ സൈക്കിൾ ചവിട്ട് വരും. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ആ നാട്ടിലെ എല്ലാവരും പോകും സൈക്കിൾ ചവിട്ട് കാണാൻ. പിന്നെ അങ്ങനെ ഇരുന്ന സമയത്ത് വാപ്പാക്ക് വയനാട്ടിൽ കച്ചവടമാണല്ലോ. അപ്പോൾ വാപ്പാടെ പെങ്ങളുടെ മകൻ തന്നെ എന്നെ കല്യാണം കഴിച്ചു. എനിക്ക് 7 മക്കൾ, 2 പെണ്ണും 5 ആണും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വയനാട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് 26 വർഷം അവിടെ താമസിച്ചു. മാനന്തവാടിയും കാര്യമ്പാടിയൊക്കെ ആയിട്ട്. ആ സമയത്ത് ഭയങ്കര കച്ചവടം, കാറ് ഒക്കെ മേടിച്ച് നല്ലൊരു. പിന്നെ അതെല്ലാം പോയി ചെറിയ ഇതിൽ ജീവിച്ചു. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് പോകുന്നത്. ഇവിടെ വന്ന് മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞ് മൂത്ത മോനും കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ വാപ്പ മരിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് സിനിമക്ക് കൊണ്ടുപോയി എന്നെ എൻ്റെ ഭർത്താവ്. ആലുവയിൽ സീനത്തിൽ വാഴ്വേ മായം, പിന്നെ ഓളവും തീരവും, അങ്ങനെ 2 സിനിമ ആലുവയിൽ നിന്ന് കണ്ട്. പിന്നെ ഇങ്ങനെ ആലുവയിൽ വെച്ച് ഇങ്ങനെ വയനാട്ടിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രസംഗിക്കണ ആലുവയിൽ. അപ്പോൾ ഇന്ദിരാഗാന്ധിനെ കണ്ട്. കച്ചവടം മുഹമ്മദ് എന്നാണ് പേര്. വയനാട്ടിൽ കച്ചവടം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് അങ്ങോട്ട് കയറി. അവർക്ക് അവിടെ പനമ്പ്, കൊട്ട, പായ്, കൊടപ്പുളി, ചെമ്മി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ കടയായിട്ട് കച്ചവടം. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല അവിടെ, ഇന്ന് കൃഷിയില്ല. അങ്ങനെ കച്ചവടം ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഗൾഫിൽ പോയി. പിള്ളേരൊക്കെ അവിടുന്ന് ഈ മോള് SLC കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ മൂത്ത മോനൊക്കെ അവിടെ നിന്ന് തന്നെ 1 കൊല്ലം വയനാട്ടിൽ മീനങ്ങാടിയിൽ നിന്ന് പഠിച്ച് പോളിടെക്നിക്കിൽ, 2 കൊല്ലം പെരിന്തൽമണ്ണ പഠിച്ച്. അന്ന് അവിടെ സൗകര്യക്കുറവായിരുന്നു. ഇപ്പം അതിനൊക്കെ സൗകര്യമായി. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ആദ്യമായിട്ട് എൻ്റെ ഭർത്താവ് മരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഹജ്ജിന് പോയത്. ഹജ്ജിനാണ് ആദ്യം പോയത്. ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോയി. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങി. ഞങ്ങൾ ഗവൺമെൻറ്റിലാണ് പോയത്. അരി സാധനങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുപോയി മറ്റുള്ളവരോടെ കൂടി ആഹാരമൊക്കെ പാകപ്പെടുത്തി. പിന്നെ മൂത്ത മോൻ വന്ന്, 3ാമത്തെ മോനും വന്ന്. അങ്ങനെ ഞങ്ങൾ മക്കത്തുനിന്ന് പിന്നെ മദീനത്തും പിന്നെ കല്ലെറിയുന്ന സ്ഥലമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഈ മക്കൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ഏത് പൈസക്കാരൻ്റെ വീട്ടിൽ ഉച്ചക്ക് കഞ്ഞിയാണ്. അപ്പോൾ ഒരു പലക ഇട്ടിരുന്ന് മുമ്പത്തിരുന്ന കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ വാപ്പ അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ പണിക്കാരുണ്ട്. അപ്പോൾ അവർ പണിക്ക് പണി അന്ന് എടുക്കും. പണിക്ക് വരാത്ത ദിവസമാണ് അവർ മാടോന്ന് പറയണം അവരുടെ വീടിന്. അവർ കഞ്ഞി വച്ചിട്ടില്ലെങ്കിൽ കാർഡിന് കൗപ്പന്ന പറയണം. അപ്പോൾ വാപ്പ ഇങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നൊരനക്കം കേൾക്കാം. അപ്പോൾ നോക്കുമ്പോൾ ഈ തോർത്ത് കഷത്തിൽ വച്ചിട്ട് വല്യങ്ങടിക്കലേ ഇന്ന് മാടത്തിൽ കഞ്ഞി വച്ചില്ല, കൗപ്പം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ തന്നെ വാപ്പ കുടിച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞി എൻ്റെ കയ്യിലേക്ക് തരും. കുറച്ചും കൂടി ഒഴിച്ച് കൊണ്ടേക്കും. അവർക്ക് ഒരു പാത്രമുണ്ട്, അവർ എന്നെ കഴിയാതെ അവിടെ വച്ചേക്കും. അവരെടുത്തുകൊണ്ട് വരും. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ കഞ്ഞി കൊടുക്കാൻ പോകുമ്പോൾ ഉമ്മ പറയും അവരുടെ പാത്രത്തിൽ മുട്ടിക്കരുത് കേട്ടോ എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്ന് മുട്ടിച്ചാൽ എന്താ സംഭവിക്കണേ, ഒന്ന് മുട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ ചെന്നിങ്ങനെ മുട്ടിക്കാൻ പോകുമ്പോഴത്തേക്കും എന്നെ കൊച്ചങ്ങടിച്ചാരേന്ന് വിളിക്കണേ. കൊച്ചങ്ങടിച്ചാരയെ മുട്ടിക്കല്ലേ, അവർ തന്നെ തടയും. അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. പിന്നെ കല്യാണമൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടിയിലൊന്നുമല്ല, നടന്നാണ്. രാത്രിയാണ് കല്യാണം, നടന്നാണ് വരുന്നത്. വരുമ്പോൾ തന്നെ പടക്കം പൊട്ടിക്കൽ, അങ്ങനെയുള്ള ആഘോഷങ്ങൾ. തലേന്ന് ഒരാഴ്ച മുമ്പ് കയ്യൊട്ടിപ്പാട്ടാണ് പെണ്ണിൻ്റെ വീട്ടിൽ, ചെറുക്കൻ്റെ വീട്ടിൽ. കയ്യൊട്ടി പാടാൻ ഞങ്ങളുടെ മുസ്ലിം പാട്ടുകൾ അറിയുന്ന ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് കയ്യൊട്ടി പാട്ട് പാടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു താളം തെയ്യത്താളം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പറയും പൂരപ്പൊടിയും കട്ടൻ ചായയും. അപ്പം തന്നെ അവർക്ക് പൂരപ്പൊടിയും കട്ടൻ ചായയും കൊടുക്കണം. അന്നത്തെ കല്യാണം അങ്ങനെയാണ്. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചുണ്ടമലയുണ്ട്. അപ്പോൾ എൻ്റെ വല്യമ്മ പുല്ലറക്കാൻ പോകും. അപ്പം ഞങ്ങളും അതിൻ്റെ കൂടെ പോകും. അവിടെ ആംഗ്ലോനിസ് എന്ന് പറഞ്ഞൊരു ഉടുപ്പൊക്കെ ഇട്ട് അവരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയമാണ്. ആ ഉടുപ്പും തലമുടിയും ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ വന്നത് ഈ വീടുകളിൽ കൂടെ ടീച്ചർമാർ വരും കണക്കെടുക്കാനും. പിന്നെ അന്ന് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇഞ്ചക്ഷൻ വയ്ക്കണം, സ്കൂളിൽ ചേർക്കുമ്പോൾ കുത്തി വയ്ക്കണോ അങ്ങനെ. അപ്പം അതിന് വരുമ്പോൾ ഞങ്ങൾ അപ്പം സാരിയും മുടിയും സ്വർണ്ണവും ഒക്കെ കണ്ടിട്ടേ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒരു 5-8 വീടിൻ്റെ അപ്പുറം വരെ ഞങ്ങൾ അതിൻ്റെ കൂടെ പോകും.
ഈ ടീച്ചറെ കൂടെ. നല്ല രസമാണത്. യാത്രാ സൗകര്യങ്ങൾ അന്ന് ആലുവ പെരുമ്പാവൂർ ബസ്സുണ്ട്. അപ്പോൾ 10 പൈസയാണ് തണ്ടക്കാട്ടിൽ നിന്ന് പെരുമ്പാവൂർക്ക്. ഞങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പെരുമ്പാവൂർക്ക് 10 പൈസ കൊടുത്തല്ലേ ബസ്സിൽ കയറണേ. അപ്പോൾ പെരുമ്പാവൂർ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ പെണ്ണുങ്ങളൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ബസ്സിലിരിക്കുക. അപ്പം ഞങ്ങൾക്ക് കൊതിയാ ദൂരയാത്ര ചെയ്യാൻ. ഞങ്ങൾ വേഗം ഇറങ്ങണ്ടേ. വയനാട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാടും ആ നാടുമായിട്ട് വ്യത്യാസമുണ്ട്. കല്യാണങ്ങളും കാര്യങ്ങളും സംസാരവും. ചുരുക്കി പറയാം, ഒരു മീൻ കറി വയ്ക്കുകയാണെങ്കിൽ അവർ കുടംപുളി ഇടില്ല, വാളംപുളി ഇടുള്ളൂ. കുടംപുളി നമ്മുടെ നാട്ടിൽ നിന്ന് പോയേക്കണവരെ ഇടും. പിന്നെ അവിടെ വള്ളിയൂർക്കാവെന്നും പറഞ്ഞ് ഒരു കാവുണ്ട്, വള്ളിയൂർക്കാവ്. അവിടെ കൊല്ലത്തിലൊരു ഉത്സവം. അന്ന് അവിടുത്തെ ആദിവാസികൾ മുഴുക്കനും അല്ലാത്തവരും ഒക്കെ, അന്ന് ഞങ്ങൾ ടൗണിലാണ്. അപ്പോൾ ആദിവാസികൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ കോരായിൽ രാത്രി വന്ന് കോരായിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. ഭയങ്കര ഉത്സവം അത്. അതുപോലെ ഞങ്ങളുടെ പള്ളികളുണ്ട്, എല്ലാ മതക്കാരുടെയും. ഇന്നത്തെ പോലെയല്ല, അന്ന് എല്ലാത്തിനും കൂടും പോവും. നല്ല ആദ്യം പോയിട്ട് 12 വർഷം വയനാട്ടിലായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഒരുപാട് വലിയ കഥയാണ്. പിന്നെ അത് വണ്ടിയൊക്കെ മേടിച്ച്, കച്ചവടം വണ്ടിയൊക്കെ മേടിച്ച്, ലാസ്റ്റ് വാനൊക്കെ മേടിച്ച് നഷ്ടം വന്ന് പിന്നെ അതൊക്കെ വിറ്റുകൊണ്ട് കാര്യമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ചെറിയ വീടായി. ആ വീട്ടിലൊന്നും താമസിക്കുമ്പോൾ അവിടെ ഭയങ്കര തോട്ടാണ് മുമ്പശം, പുറയിൽ റോഡും. പിള്ളേരായില്ലേ, അപ്പം 6-7 പിള്ളേരായി. കച്ചവടമാണെങ്കിൽ കുറവ്. ജീവിതത്തിന് അപ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ഈ തോട്ടത്തിൽ പോകണം വിറകിന് പോകുമ്പോൾ ഞാൻ അങ്ങനെ പോയി ശീലമല്ല. കമ്പി വേലിയാണ്. ഈ കമ്പി വേലി പൊക്കി തന്നില്ല, എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ കടന്നു പോകുള്ളൂ. ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പാറാവാൻ്റെ മുമ്പിലോട്ടായിരിക്കും ഞാൻ ചെല്ലണേ. എൻ്റെ പാവം ഓർത്തിട്ട് അയാൾ മാറിപ്പോവും. ഈ പിള്ളേരും കൊച്ചു മക്കളല്ലേ, എല്ലാവരും വലിയ വിറകെടുക്കുമ്പോൾ ഞാൻ ചെറിയ വിറകെടുക്കുള്ളൂ. അതുകൊണ്ട് ഒരു 10 പ്രാവശ്യം വീണാണ് ഈ വയലിലോട്ട് ഈ വിറകെടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് വന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് മക്കളായിട്ട് ഇപ്പം അൽഹംദുലില്ലാ. അന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ ഡ്രസ്സ് മേടിക്കണം. അപ്പോൾ കോഴിയുണ്ട് ഞങ്ങൾക്ക്, അത് വിറ്റിട്ട് ഡ്രസ്സ് മേടിച്ച് 2 ആൺകുട്ടികളെ സ്കൂളിൽ വിട്ട് അവർ 3ലും 2ലൊക്കെ പഠിക്കണേ. 4 മണിയായി ഞാൻ എവിടെ പോയിട്ട് വന്നപ്പോൾ ഒരു തോർത്ത് കൊടുത്തുകൊണ്ട് ഒരു മോൻ നിൽക്കുകയാണ്. എന്താ ഇങ്ങനെ നിൽക്കണേന്ന് ചോദിച്ചപ്പോൾ അവർ സ്കൂൾ വിട്ട് വന്നപ്പോൾ കുറേ ടാറ് ഒരു സ്ഥലത്ത് കൂടിക്കിടക്കണേ. കുട്ടികളെല്ലാം ഇങ്ങനെ കയ്യിൽ പിടിച്ചപ്പോൾ ഈ മോൻ എന്ത് വിചാരിച്ച്, കുറച്ച് പോക്കറ്റിൽ വയ്ക്കാം, വീട്ടിലോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് പോക്കറ്റിൽ വെച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ടാറ് ഉരുകി കാൽമേക്കോടൊക്കെ ഉണ്ട്. പിന്നെ പിറ്റേന്ന് ഡ്രസ്സില്ല വേറെ ഇടാൻ. ഞാൻ വന്നപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ വെള്ളം വച്ച് തിളപ്പിച്ച് ആ പോക്കറ്റ് മുറിച്ച് കളഞ്ഞു. വയനാട്ടിൽ ഒരു സൈസ് കുരുണ്ട്, നഞ്ചും കുരു, നേർവാളം കുരു എന്നാണ് അതിന് പേര്. അത് ഈ മീനൊക്കെ പിടിക്കുന്ന കുരു. ഇപ്പം മീൻ പിടുത്തം ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ അങ്ങനെ. അപ്പം എൻ്റെ വാപ്പ ആ കുരു മേടിച്ചുകൊണ്ട് ഇങ്ങനെ മുറ്റത്ത് വെയിലത്തിട്ടേക്കാം. എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ഭർത്താവല്ല, എൻ്റെ വാപ്പ. അപ്പോൾ എൻ്റെ മക്കൾ 2 കൂടി വല്യപ്പാട് അടുത്ത് നിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വാപ്പ എന്ത് പറഞ്ഞു, നിങ്ങളിത് കഴിക്കരുത് കേട്ടോ, കഴിച്ചാൽ മരിച്ചോ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയേക്കാണ്. ഈ കുട്ടികൾ 2 നോക്കിയിരുന്നു കൊണ്ട് ഇതിൻ്റെ ഉള്ളിങ്ങനെ കിള്ളി പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സാധനത്തിന് മധുര. ഇവർ 2 പേരും കൂടി കിള്ളി പൊളിച്ച് 2 പേരും കഴിച്ചു. ആളാണ് അധികം കഴിച്ചത്, മൂത്ത അത്രയും കഴിച്ചില്ല. എന്നിട്ട് ഇവർ ഓടി വീട്ടിൽ വന്ന് വയറുവേദന തുടങ്ങിയപ്പോൾ പിന്നെ ഛർദിനും വയറ്റി നോക്കും തുടങ്ങി. അപ്പോൾ എന്താ നിങ്ങൾ കഴിച്ചത്? അപ്പോൾ എനിക്കറിയാം വീട്ടിൽ ഉണക്കണ്ടെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളിത് തിന്നു. അപ്പം ഞാൻ അടുത്തുള്ള ഒരു ഇത്താനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ കുട്ടികൾ ചെയ്താൽ കഴിഞ്ഞ് എന്താ ചെയ്യണേന്ന് പറഞ്ഞു. വെളിച്ചെണ്ണയില്ല. അപ്പോൾ അവർ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ മൂത്ത ആൾ വെളിച്ചെണ്ണ കുടിച്ചു. അല്ലെങ്കിൽ മാങ്ങ കൊടുക്കണം, മാങ്ങ ഉള്ള കാലമല്ല. അതിങ്ങനെ അവനൊരു മൂലക്കെ പോയി ഇങ്ങനെ ഉരുണ്ട് കിടക്കുക. ഇളയാൾ വെളിച്ചെണ്ണ കുടിക്കൂല. എൻ്റെ ഭർത്താവ് വന്നിട്ടില്ല. രാത്രി 10 മണി ആറാകുമ്പോഴത്തേക്കാണ് വരുവുള്ളൂ. അന്ന് ഇങ്ങനെ ടോർച്ചും ഇതൊന്നുമില്ല, ചൂട്ട് കത്തിച്ച് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ വീശിക്കൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ എന്താ ചെയ്തേക്കണേ, ഈ മോനെ മുറ്റത്ത് ഇങ്ങനെ ഒരു ചാക്കൊക്കെ ഇട്ട് കെട്ടി ഞാനും ഇങ്ങനെ വച്ചുകൊണ്ട് വിളക്കും കത്തിച്ച് വെച്ചുകൊണ്ടിരിക്കുക. കറണ്ടില്ല. അപ്പം പേടിച്ചോകില്ല ഇങ്ങനെ വരുമ്പോൾ. അപ്പം ദൂരേന്ന് തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. വന്ന് കാര്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ വലിയ വിഷമിച്ച് പോയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അകത്തോട്ട് തന്നെ ഇപ്പം നേരം വെളുപ്പിച്ച് ആശുപത്രി കൊണ്ടുപോയി. ഞങ്ങൾ എപ്പോഴും പോണ ആശുപത്രിയാണ്, ഡോക്ടർമാരെ അറിയുന്നതാണ്. ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഈ വീടിൻ്റെ മോൾ ഭാഗത്തിന് ഇക്കൂടെന്ന് പറയണേ. അപ്പം നേഴ്സിനോട് പറഞ്ഞു തമാശയ്ക്ക് ഇവരൊന്ന് പേടിക്കാൻ ഒരു കയറിഞ്ഞെടുത്തോണ്ട് വന്ന് ഇവർ 2 പേരെയും ഈ കൂട്ടിക്കൊണ്ടേ കെട്ടിയിടാം.
ഇവരിങ്ങനത്തെ പണിയല്ലേ ചെയ്യണേ, ഇനി നിങ്ങൾ കഴിക്കോ എന്ന് ചോദിച്ച് പേടിപ്പിച്ച് മരുന്നൊക്കെ തന്നു വിട്ട്. അന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ പാടമുണ്ട്, ആ പാടം കൊയ്യണ സമയത്ത് ഇങ്ങനെ പാടത്തല്ല പറമ്പിൽ തന്നെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ അരിയത്തോടെ തൊടിലിപ്പഴം, കൊട്ടോക്ക, അങ്ങനെയുള്ള കായ്കളാണ്. തൊടിലിപ്പഴം ചുമന്നിരിക്കും, പിന്നെ കൊട്ടോക്ക പഴുത്ത് നല്ല രുചിയാണ് തിന്നെ. ഇപ്പം അതില്ല. സാധാരണ ഭക്ഷണത്തിൽ എന്ന് വെച്ചാൽ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ഇറച്ചി മേടിക്കൂല, മനസ്സിലായില്ലേ? മീൻ വീടുകളിൽ കൊണ്ടുവരും. 10 രൂപ 10 രൂപക്ക് മീൻ മേടിച്ച ഒരു വീട്ടിലൊക്കെ ഉള്ളതായി. വീടുകളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ സിലോം കപ്പയും പിന്നെ ഏത്തക്കായും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 10 രൂപയുടെ മീൻ മേടിച്ച ഈ ഏത്തക്ക വറച്ചിട്ട്, അന്ന് ഇന്നത്തെ പോലെയല്ല, തേങ്ങയും മല്ലി മുളകൊക്കെ ഇടിച്ച് ഒരലിട്ട് ഇടിച്ച് അമ്മിയുമായിട്ട് അരക്കണം, അരച്ച കറി വയ്ക്കണം. ഇറച്ചിക്കാണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ പത്തിരിന്നും ഇറച്ചിന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലത്തിൽ 2 പ്രാവശ്യമൊക്കെ ഉണ്ടാവുള്ളൂ, ഞങ്ങളുടെ നല്ല ദിവസങ്ങൾ വരുമ്പോൾ. ഇന്നത്തെ പോലെ അല്ല, ഇന്ന് എന്നും രാവിലെ പത്തിരിയാണ്, അന്ന് അങ്ങനെ ഉണ്ടാക്കൂല. അന്ന് ചോറ്, കഞ്ഞി, പിന്നെ ഈ പുഴുക്ക്, ചക്കയുടെ കാലമായ ചക്കപ്പുഴുക്കില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. കർക്കിടക മാസം വരുമ്പോഴാണ് പയറിടുന്നത്. ഞങ്ങൾക്ക് നല്ല സ്ഥലമുണ്ട്, അന്ന് 1 ഏക്കർ 80 സെൻറ്റോളം പാപ്പാക്ക് സ്ഥലമുണ്ട്. അതിൽ പയറിടും. ആ പയറിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പയർ മുളച്ച് വരുമ്പോഴത്തേക്കും അതുമ്മ ഇങ്ങനെ കൂണ് വരും അതുമ്മക്കൂടെ. ആ കൂണ് പറിച്ച് കറിയൊക്കെ വച്ച് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ പയർ കായ്ക്കും. കൊട്ട കൊണ്ടുപോയിട്ടാണ് പയർ പറിക്കുന്നത്, അച്ചിങ്ങ. പിന്നെ ഈ പയർ കായ്ക്കുന്നത് വരെ ഇതിൻ്റെ ഇല, ഈ ഇലയും മാങ്ങും. ഏത്തവാഴ പിരിച്ച് കഴിയുമ്പോൾ നല്ലത് എടുത്ത് കഴിയുമ്പോൾ ഇച്ചിരി മോശപ്പെട്ട ഇല മാങ്ങെന്ന് പറയണത്, അത് കൊണ്ടുവന്ന് പയറിൻ്റെ ഇലയും കൂട്ടി. അന്ന് 100 വെളിച്ചെണ്ണ ഏത് വീട്ടിലും മേടിക്കുള്ളൂ, അത് മതിയാന്ന്. ഈ പയറിൻ്റെ ഇലയും മാങ്ങും കൂടിയാണ് അന്ന് വലിച്ചിട്ടുണ്ടാകും. നല്ല വിറ്റാമിനുള്ള സാധനങ്ങളാണ്. ഇപ്പം അതൊന്നും കഴിക്കണില്ല ആരും. അന്ന് അതുണ്ട്, ഷെയ്ത്താൻ വരും എന്നാണ് പറയണത്. അന്ന് കറണ്ടില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയാൽ ഷെയ്ത്താൻ വരും. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു വലിയൊരു സർപ്പക്കാടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ 7 വിളക്ക് പോലെ 7 വിളക്കും കൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നൊക്കെ പറയണേ. ആ ഭാഗത്തോട്ടൊന്നും ഞങ്ങൾ അടുക്കൂല, പേടിയാ. സർപ്പക്കാടാണ്, എവിടെ നോക്കിയാലും ഏത് വീട്ടിലും സർപ്പാണെന്ന്. പിന്നെ എല്ലാം സന്തോഷമാണ്. പിന്നെ ഭർത്താവില്ലാത്തതിൻ്റെ ആ ഒരു വിഷമം എല്ലാം അതൊന്നും മക്കളെ അറിയിക്കണില്ല കേട്ടോ. നല്ല സന്തോഷം, മക്കളും മരുമക്കളൊക്കെ നല്ല സന്തോഷത്തോടെയാണ്. അങ്ങനെ വഴക്കും പോരും അങ്ങനത്തെ ഒരു ഇതൊന്നും എൻ്റെ കുടുംബത്തിലില്ല.